ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒറിഗാമി പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിൻ്റെ കോർണർ ടു കോർണർ ഒന്ന് മടക്കിയെടുക്കാം. കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി അതിൻ്റെയും ഹാഫായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് മടക്കി കൊടുക്കാം. കഴിഞ്ഞില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടും ഒരു സൈഡ് മടക്കുള്ള പോലെയായിരിക്കും കിട്ടുക. ഇനി ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതേപോലെ തന്നെ നേർപകുതിയായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ഈ മടക്കുള്ള ഭാഗം നമ്മൾ ഏത് സൈഡിലേക്കാണോ ഇപ്പോൾ പേപ്പർ മടക്കിയതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം മടക്കിയ പേപ്പറുകളെല്ലാം ഒന്ന് നിവർത്തി കൊടുക്കാം. മടക്കിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് ഒരു സ്റ്റാർ ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സ്ക്വയർ ഷേപ്പിൻ്റെ മടക്കുള്ള ഭാഗത്തു കൂടി പേപ്പർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി നിവർത്തി കൊടുക്കാം. അതിനുശേഷം ഓരോ കോർണറുകളിലുമായിട്ട് ഇതേപോലെ വി ഷേപ്പിൽ കാണുന്ന ആ മടക്കുള്ള ഭാഗം രണ്ട് സൈഡിൽ നിന്നുമായിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നിവർത്തിയെടുക്കുക. എല്ലാ കോർണറുകളും മടക്കി നിവർത്തി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ മടക്കിയ ഓരോ കോർണറുകളും ഇതേ രീതിയിലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ കോർണറിൻ്റെയും സെൻറ്ററിലുള്ള പോർഷൻ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക കൂടി ചെയ്യുക. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നിയാലും വീഡിയോ നോക്കി ചെയ്യുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നാല് കോർണറുകളും ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ചെയ്യേണ്ടത് ഒരു സാറ്റിൻ റിബൺ ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് പേപ്പറിൻ്റെ നാല് കോർണറുകളുടെയും ടോപ്പ് പോർഷനിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ട് നാല് സൈഡുകളും ചേർത്ത് മുകളിലായിട്ട് നമുക്കൊരു ബോ പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം.
ഇനി ഈ ഒരു ഗിഫ്റ്റ് ബോക്സിന് മുകളിലായിട്ട് മാർക്കറോ സ്കെച്ച് പെനോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ചെയ്തെടുത്ത ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സിൽ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ബോക്സ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.